ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഇവളെ ഞാൻ ദ്രോഹിച്ചെന്ന് പറഞ്ഞ് നാളെ ഒരു കേസ് കൊടുക്കാം. പക്ഷെ ആ കേസ് കോടതിയിൽ എത്തണം. അപ്പോഴാണ് നിയമപ്രകാരം ഒരുത്തന്റെ ഭാര്യയായ ഇവള് മറ്റൊരുത്തന്റെ കൂടെ താമസിക്കുന്ന നിയമപ്രശ്നങ്ങൾ ഉണ്ടാവുക. അപ്പോഴാണ് ഒന്നിച്ച് താമസിപ്പിക്കാൻ അനുവദിച്ചതിന്റെ പേരില് അമ്മയും കോടതി ചെന്ന് നിൽക്കേണ്ടി വരിക. നിർത്തടാ, ദ്രോഹിച്ച് മതിയായില്ലേ നിനക്ക്? നിന്റെ ഭാര്യ, ആ പറയുന്ന വാക്കിന്റെ അർത്ഥവും മാന്യതയും നിനക്കറിയുമായിരുന്നെങ്കിൽ അവൾ ഇന്നും ഭാര്യയായി നിന്റെ കൂടെ ജീവിക്കുമായിരുന്നു. നീ എങ്ങനെയാടാ ഭർത്താവുന്നത്? കൂടെ ജീവിക്കുന്നവളുടെ മനസ്സ് പോലും അറിയാതെ, അവളുടെ സ്വപ്നങ്ങൾ അറിയാതെ, അവളെ സംശയിക്കാനും കൊല്ലാനും മാത്രം നടന്നിരുന്ന നിനക്ക് ഭർത്താവിന്റെ പദവി എങ്ങനെയാടാ ചേരുന്നത്? പിന്നെ നിനക്ക് ചിലപ്പോ കിട്ടിയത് പാരമ്പര്യമായിരിക്കും. സ്വന്തം ഭാര്യയെ ചതിക്കാൻ മടിയില്ലാത്ത ഒരച്ഛന്റെ മകനാണല്ലോ നീ. അതെ, അതെനിക്കിഷ്ടപ്പെട്ടു. ഞാൻ നല്ല ഭർത്താവല്ല, ഇവള് നല്ല ഭാര്യയാണോ? എന്റെ ബെഡ്റൂമിൽ എന്നോടൊപ്പം കിടക്കുമ്പോ വേറൊരുത്തനെ മനസ്സിൽ സൂക്ഷിച്ച ഇവള് നല്ലൊരു ഭാര്യയാണെന്നോ ഞാൻ ചോദിച്ചത്. വൃത്തികേട് പറയരുത്. എന്റെ അഭിമാനത്തിന് എത്ര തവണ നിങ്ങൾ ചോദ്യം ചെയ്തു? എത്ര തവണ നിങ്ങൾ എന്നെ കൊല്ലാൻ ശ്രമിച്ചു? സാധുവായ എന്റെ അച്ഛനെ കഴുത്ത് ഞെരിച്ച് കൊന്ന നിങ്ങളെ ഞാൻ മനസ്സിൽ പൂജിക്കണായിരുന്നോ? പറയേ. നിയമമാണ് നിത്യ, നിയമം. അതാണ് പ്രശ്നം. നീയും അമ്മയും ചേർന്ന് ഒരു പരാതി എഴുതാനുള്ള കടലാസ് കയ്യിലെടുത്ത തൽക്കാലം നിങ്ങളെ ഞാൻ ഒന്നും ചെയ്യില്ല. പക്ഷെ അവനുണ്ടല്ലോ ഹരി, അവനെ ഞാൻ ഇരുമ്പഴിക്കുള്ളിലാക്കും. എന്നിട്ട് അവിടെ ഇട്ട് തല്ലി ചതച്ച് ഞാൻ അവനെ കൊല്ലും. അമ്മയും മകളും എല്ലാവരോടും കൊട്ടിഘോഷിച്ചതുപോലെ ക്രിമിനലാ ജീവൻ, പക്കാ ക്രിമിനൽ. ഇനി നീ ഇവിടെ നിന്നാ മതി, ഇവരുടെയൊക്കെ നെഞ്ചും കൂടിന്റെ സംരക്ഷണത്തില്. അതും ജീവന്റെ ഒരു ഔദാര്യമായിട്ട് കണ്ടാ മതി. എല്ലാരും കേട്ടല്ലോ? സാരമല്ല മോളെ, നിങ്ങളെ ഒന്ന് വേർപിരിക്കാൻ അവന് നിയമം എന്ന ആയുധം മതിയാവും. പക്ഷെ ഒന്നിച്ചു ചേർന്ന നിന്റെയോ ഹരിയുടെയോ മനസ്സ് വേർപിരിക്കാൻ അവനെ കൊണ്ടാവില്ല. അവനെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിക്കുന്നവർക്കും ആവില്ല. മധുര നൊമ്പരക്കാറ്റ്